എൻ്റെ ആദ്യത്തെ ചോദ്യവും അത് തന്നെയാണ്. ഈ വേനൽ മഴ പോലെ രാഷ്ട്രീയത്തിലും ചില സാധ്യതകളുണ്ടല്ലോ. ഇത്തവണ ഒരു ത്രികോണ മത്സരമാണ്. കടുത്ത ചൂടാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ ഒരു വേനൽ മഴ പോലെ ജോയി വരുന്നു എന്നാണ് LDFിൻ്റെ പ്രചരണം. പക്ഷേ അടൂർ പ്രകാശ് കരുത്തനാണ് എന്ന് UDF ക്യാമ്പ് പറയുന്നു. പക്ഷേ V മുരളീധരൻ വന്നതോടുകൂടിയ സമവാക്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാവുന്നു. ആരായിരിക്കും ആറ്റിങ്ങലിൻ്റെ വേനൽ മഴയായി പോകുന്നത് പാർലമെന്റിലേക്ക്? ഡോക്ടർ അരുൺകുമാറിൻ്റെ ചോദ്യം സമ്പത്തിനോടാണ് എങ്കിൽ സ്വാഭാവികമായ ഉത്തരം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമാണല്ലോ. ഞാൻ അഡ്വക്കേറ്റ് V ജോയിക്ക് ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെയും നിൽക്കുന്നത്. പുറത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർ അരുൺകുമാർ വേനൽ മഴയെക്കുറിച്ചെല്ലാം ഇങ്ങനെ ആലങ്കാരികമായി പറയുമ്പോൾ നമ്മുടെ ഈ കാട്ടാക്കടയിലാണ് ഇന്നിപ്പോൾ ഈ ഒരു സംവാദം ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മുന്നണികളെയും പ്രതിനിധാനം ചെയ്യുമ്പോഴും കാട്ടാക്കടയുടെ ചരിത്രപരമായ ഒരു മഹത്വമുണ്ട്. ആ മഹത്വം എന്നത് ഈ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അക്ഷരം അത് നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് മഹാത്മാ അയ്യൻകാളി ഒരു ചെറിയ കുട്ടിയെ, പഞ്ചമി എന്ന ഒരു ചെറിയ കുട്ടിയെ അവളുടെ വിരൽത്തുമ്പിൽ പിടിച്ചു കൊണ്ടുവന്ന ഇവിടെ ഒരു സ്കൂളിൽ, ഊരൂട്ടമ്പലം സ്കൂളിൽ കൊണ്ടുവന്ന് ആ കുട്ടിയെ അവിടെ അഡ്മിഷൻ നേടി പഠിപ്പിക്കാനിരുത്തുന്നു. ആ സ്കൂൾ അന്ന് അർദ്ധരാത്രിയിൽ അത് ചില അന്നത്തെ ഈ വെളിച്ചത്തെ ഭയപ്പെടുന്നവർ, പുരോഗതിയെ ഭയപ്പെടുന്നവർ, വികസനത്തെ ഭയപ്പെടുന്നവർ, അത്തരത്തിൽ ജനങ്ങളുടെ ഉന്നതിയെ ഭയപ്പെടുന്നവർ അഗ്നിക്കിരയാക്കി. ആ സ്കൂൾ നമ്മുടെ മുന്നിലൊരു പ്രതീകമാണ്. ഇന്ന് ഇന്ത്യക്ക് മുന്നിലൊരു പ്രതീകമാണ്. കേരളം ഒരു പ്രതീകമാണ്. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച ഈ കേരളമാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. അതായത് ഊരുട്ടമ്പലം സ്കൂളാണ് ആറ്റിങ്ങലിൻ്റെ രാഷ്ട്രീയ ഒരു പ്രതീകമായി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പഞ്ചമിയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചതുപോലെയുള്ള പുരോഗമന രാഷ്ട്രീയം പാർലമെന്റിൽ എത്തണമെന്നതാണ് താങ്കൾ സൂചിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഇനി ഊരുട്ടമ്പലം പഴയകാല ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസിന് എണ്ണം കൂടണ്ടേ? ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് എന്ന നിലയിലല്ല ഇന്ത്യയിൽ അത്തരത്തിൽ പ്രധാനമന്ത്രിമാർ വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിലായിരുന്നില്ല VP സിംഗ് പ്രധാനമന്ത്രിയായത്, ചരൺ സിംഗ് പ്രധാനമന്ത്രിയായത്, ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായത്, ഗുജറാൾ പ്രധാനമന്ത്രിയായത്. അറിയേണ്ടത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവായിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ MP മാരുടെ പിന്തുണയുള്ള ആ മുന്നണിയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ MP മാർ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് ആണ് അത്തരത്തിൽ നമ്മുടെ ഭൂരിപക്ഷം തെളിയിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പേ അല്ല, ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല. ഭരണഘടന അങ്ങനെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ഇന്ന ആളെ പ്രധാനമന്ത്രിയായി ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ നമ്മുടെ ഭരണഘടന പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളില്ല, ജനപ്രാതിനിധ്യ നിയമത്തിലുമില്ല. ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ്. പക്ഷേ അപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ്, നോക്കൂ, 400-ലധികം സീറ്റ് എന്ന് പറയുന്ന ഒരു അതിമോഹവുമായി BJP മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ 273 എന്ന മാജിക് നമ്പറിലേക്ക് കടക്കണമെങ്കിൽ സ്വാഭാവികമായും എന്താണ് വേണ്ടത്? അവിടെ ഏറ്റവും വലിയ ഒരു ഒറ്റക്കക്ഷിയാവണം. എങ്കിലേ നിങ്ങൾ പ്രസിഡന്റ് വിളിക്കൂ. BJPയുടെ ഇപ്പോഴുള്ള നീക്കങ്ങൾ നോക്കൂ. 32 സീറ്റ് കിട്ടിയാൽ, 37 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷനുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിലും വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവണ്ടേ കോൺഗ്രസ് എന്നതാണ് എൻ്റെ ചോദ്യം. ഈ രാജ്യത്ത് ഒരു പാർട്ടിയും പാർലമെന്റിൽ ലോക്സഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവേണ്ടതില്ല. അവിടെ ഇന്ന് നിലവിലുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ, ജനദ്രോഹ നടപടികളെ, ഭരണഘടനാ വിരുദ്ധ നടപടികളെ, ഈ നാടിൻ്റെ പൊതുമുതൽ വിറ്റ് തുലയ്ക്കുന്നതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൽ കൃഷിക്കാരും വീട്ടമ്മമാരും വരെ, വിദ്യാർത്ഥികളും വളരെ പ്രായമേറിയ മുതിർന്ന പൗരന്മാർ വരെയുള്ളവർ എല്ലാവരും അണിനിരന്നുകൊണ്ട് മണ്ണിൻ്റെ മക്കളായി ഈ മണ്ണിനെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഐതിഹാസികമായ പോരാട്ടമാണ് 18ാം ലോക്സഭയിലേക്ക് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ചെറുതും വലുതുമായ എല്ലാ മതനിരപേക്ഷ പാർട്ടി ും അതിൽ പങ്കുണ്ട് എന്ന് ഞാൻ പറയും. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലേക്കാണ് സംബന്ധിച്ചു. നമ്മൾ ഊരുട്ടമ്പലത്തിന്റെ പ്രതീകമൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കാനാണെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നേതാക്കൾ പറയുന്നത് പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാണോ? മറുഭാഗത്ത് അവർ മോദിക്കെതിരായ വലിയ പ്രതിരോധം സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. എങ്ങനെ വിശദീകരിക്കും വോട്ടർമാരോട്? ഞങ്ങളുടെ ചിഹ്നം, ജോയിയുടെ ചിഹ്നം ചുറ്റികാരുവാൾ നക്ഷത്രം തന്നെ. ജോയിക്ക് ഒരിക്കലും ചിഹ്നം മാറുന്നില്ല, സമ്പത്തും ഒരിക്കലും ചിഹ്നം മാറിയിട്ടില്ല. അങ്ങനെ ചിഹ്നം മാറുമെന്ന് ആരും തെറ്റിദ്ധരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ദേശീയ പദവി സ്റ്റാറ്റസ് ആണ്. AK ബാലൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. കേന്ദ്രത്തിൽ മോദി വരുന്നതിനും അപ്പുറം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഞങ്ങൾ മോദി എന്നുള്ളതല്ല, ഞങ്ങളൊരു വ്യക്തി എന്നുള്ളതല്ല, ആശയമാണ്. ഞങ്ങൾ ഇവിടെ ആശയത്തെയാണ്, ആശയ സംവാദത്തെയാണ്.
മോദി അല്ലെങ്കിൽ മറ്റൊരാൾ, അത് വേറൊരു കാര്യം. ഞങ്ങളുടെ ചിഹ്നത്തെ സംബന്ധിച്ച് ആരും വേവലാതിപ്പെടണ്ട. കാരണം ഈ നിലവിൽ CPM-ന്റെ ചിഹ്നം ചുറ്റിക്കാരുവാൾ നക്ഷത്രമാണല്ലോ. 18ാം ലോക്സഭ കഴിയുമ്പോഴും ദേശീയ പാർട്ടിയായി തന്നെ തുടരുകയും ലോക്സഭയിൽ അംഗസംഖ്യയിൽ വർധന ഉണ്ടാവുകയും അക്കാര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞങ്ങളുടെ ഒരു ഇടപെടൽ എന്നുള്ളത്, നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇരുട്ട് പടർന്നു പിടിക്കുമ്പോൾ ഒരു വെള്ളി നക്ഷത്രം പോലെ അത്തരത്തിൽ ദിക്ക് കാട്ടിത്തരാനായി ഇടതുപക്ഷമുണ്ടാവും.